സംസ്ഥാനത്ത് കനത്ത ചൂട് സാധാരണ അനുഭവപ്പെടുന്നതിൽ നിന്നും കഴിഞ്ഞ വേനൽക്കാലത്തെയൊക്കെ അപേക്ഷിച്ച് 4 ഡിഗ്രി വരെ ചൂടിൽ വർധനവുണ്ട് എന്നാണ് ഏറ്റവും പുതിയ കണക്കുകൾ പുറത്തുവരുന്നത്. കാലാവസ്ഥാ കേന്ദ്രത്തിൻ്റെ റീഡിംഗ് അനുസരിച്ച് വലിയ തോതിലുള്ള ചൂടിലേക്ക് സംസ്ഥാനം എത്തുകയാണ്. ഇടയ്ക്കിടയ്ക്ക് ആശ്വാസമായി ചില മേഖലകളിൽ, എല്ലായിടത്തുമില്ല, ചില സ്ഥലങ്ങളിലൊക്കെ വേനൽ മഴ, കഴിഞ്ഞ ദിവസം കൊച്ചിയിലൊക്കെ വലിയ മഴ പെയ്തിരുന്നു. അടുത്ത 5 ദിവസത്തേക്കുള്ള മഴ പ്രവചനം അനുസരിച്ച് 9 ജില്ലകളിൽ ഗ്രീൻ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ 22 വരെ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും മണിക്കൂറിൽ 40 മുതൽ 50 വരെ കിലോമീറ്റർ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. അതേസമയം തുടർന്നുള്ള ദിവസങ്ങളിൽ സംസ്ഥാന ചൂട് കൂടുമെന്ന് തന്നെയാണ് ഇപ്പോൾ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. അതായത് ആശ്വാസകരമായി ഒന്നും തൽക്കാലം ഉണ്ടാകാനുള്ള സാധ്യതയില്ല. നേരത്തെ പറഞ്ഞ പോലെ ഡാമുകളിൽ ജലനിരപ്പ് വല്ലാതെ കുറഞ്ഞ ഒരു പശ്ചാത്തലമുണ്ട്. വൈദ്യുതി രംഗത്ത് പ്രതിസന്ധിയുണ്ട്. എങ്ങനെ ഈ പ്രതിസന്ധികൾ പരിഹരിക്കും, അതിജീവിക്കും എന്നാണ് കാത്തിരുന്ന് കാണേണ്ടത്. സാരംഗ് സുധാകരൻ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. സാരംഗ്, ഇതിപ്പോൾ സാധാരണയിൽ നിന്ന് അപേക്ഷിച്ച് നേരത്തെ പറഞ്ഞ പോലെ കനത്ത ചൂടാണ്. നമുക്ക് പുറത്തിറങ്ങുന്ന എല്ലാവർക്കും അത് കൃത്യമായി മനസ്സിലാകുന്നുണ്ട്. നമുക്കൊരു തരത്തിലും ഇതുവരെ ഇല്ലാത്ത വിധം ഇത് എത്ര നാൾ നീണ്ടു നിൽക്കുമെന്നാണ് പ്രതീക്ഷിക്കേണ്ടത്. ഈ മഴ ചില സ്ഥലങ്ങളിലൊക്കെ ചെറിയൊരു ആശ്വാസം വരുത്തിവെച്ചിട്ടുണ്ട്. അത് കാര്യമായി ഉണ്ടാകും മഴ എന്നുള്ള പ്രതീക്ഷ വെക്കാമോ തൽക്കാലം? രഞ്ജിത്ത്, കാലാവസ്ഥാ പ്രവചനം, അതായത് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപടക്കം കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൽ നിന്ന് ലഭിച്ച വിവരമടിസ്ഥാനത്തിൽ ഈ ആഴ്ചകളിൽ മഴയ്ക്കുള്ളൊരു സാധ്യത മുൻകൂട്ടി പറഞ്ഞിരുന്നു. അത് കൃത്യമായി വന്നു എന്ന് വേണം കണക്കാക്കാൻ. പക്ഷേ അപ്പോഴും ചൂട് കനത്ത രീതിയിൽ തന്നെ തുടരും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഈ ഒരു നമ്മൾ മുൻപ് പറഞ്ഞതുപോലെ തന്നെയുള്ള ഈ ഒരു കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ അടക്കം ഭാഗമായിട്ട് വലിയ രീതിയിലുള്ള ചൂട് രേഖപ്പെടുത്തുന്നുണ്ട്. അതിനൊപ്പം തന്നെ ഈ ഒരു അസഹനീയമായ രീതിയിലേക്ക് ചൂട് എത്താനുള്ള കാരണം എന്ന് പറയുന്നത് കുറഞ്ഞ താപനില, അതായത് പ്രതിദിനം രേഖപ്പെടുത്തുന്ന കുറഞ്ഞ താപനില തന്നെ ഉയർന്നു നിൽക്കുകയാണ്. അതായത് രാവിലെ 8 മണി 8:30 തന്നെ ചൂട് ഉയർന്നു നിൽക്കുന്നു. അതായത് അസഹനീയമായ ചൂട് രാവിലെ തന്നെ ആരംഭിക്കുന്നു. പിന്നീട് വൈകുന്നേരം വളരെ വൈകിയാണ് ഈ ഒരു ചൂടിന് സമയവും ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് വലിയ രീതിയിലുള്ള ചൂട് നമുക്ക് അനുഭവപ്പെടുന്നത്. പക്ഷേ റെക്കോർഡുകൾ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനു മുൻപും ഇതിനേക്കാളേറെ ചൂട് രേഖപ്പെടുത്തിയ വർഷങ്ങൾ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതിനപ്പുറത്തേക്ക് പൊതുജനങ്ങൾക്ക് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുണ്ടാക്കിയ ഒരു വർഷമാണ് ഇത്തവണത്തെ എന്ന് വേണമെങ്കിൽ നമുക്ക് കണക്കാക്കാം. അത് മാത്രമല്ല, കഴിഞ്ഞ വർഷം 2025 ഈ ഒരു ചൂടിന് ചെറിയൊരു ആശ്വാസം ഉണ്ടായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യത്തെ വേനൽ ഇത്ര കഠിനമേറിയതായിരുന്നില്ല. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇത്തവണത്തെ ചൂട് വലിയ രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് ജനങ്ങൾക്ക്. അതിന് ആശ്വാസമായിട്ടാണ് ഇപ്പോൾ മഴയ്ക്കുള്ളൊരു സാധ്യത പറഞ്ഞിട്ടുള്ളത്. കഴിഞ്ഞ ദിവസമടക്കം സംസ്ഥാനത്തിന്റെ ചിലയിടങ്ങളിൽ മഴ ലഭിച്ചിട്ടുണ്ട്. പക്ഷെ അപ്പോഴും ചൂട് ഉയർന്നു തന്നെ നിൽക്കുമെന്നാണ് പറയുന്നത്. പക്ഷേ എന്നിരുന്നാലും ഈ ഒരു മഴ ചെറിയ രീതിയിലുള്ള ഒരു ആശ്വാസം ജനങ്ങൾക്ക് നൽകും. അതിനൊപ്പം തന്നെ ചേർത്ത് വായിക്കേണ്ടതാണ് ഈ ഒരു വൈദ്യുതി ഉപയോഗം അടക്കമുള്ള കാര്യങ്ങളിൽ ഈ ഒരു മഴ ഒരു ആശ്വാസം ഉണ്ടാകുമെന്നാണ് KSEB അടക്കം കരുതുന്നത്. കാരണം അത് ജലനിരപ്പ് ഉയർത്തിയില്ലെങ്കിൽ പോലും ചൂടിന്റെ ഒരു ആശ്വാസം ഉണ്ടാകുമ്പോൾ ഈ ഒരു പീക്ക് സമയങ്ങളിൽ ജനങ്ങൾ ഉപയോഗിക്കുന്ന AC-യുടെയും ഫാനിന്റെയും എല്ലാം ഒരു ഉപഭോഗം കുറയുകയാണെന്നുണ്ടെങ്കിൽ അത് വൈദ്യുതി ഉപഭോഗത്തിൽ കൃത്യമായ ഒരു കുറവ് കൊണ്ടുവരും. അതുതന്നെ KSEBക്ക് വലിയൊരു ആശ്വാസമാകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ അതിനപ്പുറത്തേക്ക്, അതായത് ചൂട് പെട്ടെന്ന് അങ്ങ് മാറുമെന്നുള്ള ഒരു പ്രതീക്ഷ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഇപ്പോഴും പറയുന്നില്ല. ചൂട് തുടരാനാണ് സാധ്യത. മെയ് തുടക്കത്തിലും ഒരു വേനൽ മഴയ്ക്ക് ഒരു സാധ്യത പറഞ്ഞിട്ടുണ്ട്. ആ സമയത്ത് ചില പ്രതിഭാസങ്ങൾ, അതായത് ഈ ഒരു അന്തരീക്ഷത്തിലുള്ള ചില പ്രതിഭാസങ്ങളുടെ ഭാഗമായ ഒരു വേനൽ മഴ പ്രതീക്ഷിക്കുന്നുണ്ട്. ആ സമയത്തും ചെറിയൊരു ആശ്വാസം ലഭിക്കും. പിന്നീട് മൺസൂണിലേക്ക് എത്തുമെങ്കിലും പക്ഷേ അപ്പോഴും ഈ ഒരു എൽനിനോ പ്രതിഭാസം അടക്കം നിലനിൽക്കുന്നതുകൊണ്ട് ഇത്തവണ മൺസൂൺ മഴയും കുറയാനാണ് സാധ്യത. കണക്ക് പ്രകാരം ലഭിക്കേണ്ടതിനേക്കാൾ കുറവ് മഴയായിരിക്കും ഇത്തവണ മൺസൂണിൽ ലഭിക്കാനാണ് സാധ്യത. പക്ഷേ അത് വരാനുള്ളൊരു സമയമുണ്ട്. അതിന് ഇടയിൽ മറ്റ് അറബിക്കടലടക്കം വലിയ രീതിയിലുള്ള മറ്റ് പ്രതിഭാസങ്ങളെല്ലാം കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പ്രതീക്ഷിക്കുന്നുമുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം എല്ലാ പ്രാവശ്യവും ഈ ഒരു പല പ്രതിഭാസങ്ങളുമാണ് കേരളത്തിൽ മഴ കൂടാനും കുറയാനടക്കം കാരണമാകുന്നത്. എന്ത് തന്നെയായാലും ഈ ഒരു വേനൽ കടുത്തു തന്നെ തുടരാനാണ് സാധ്യത. ഇടയ്ക്ക് ഒരു മഴയുടെ ഒരു സാധ്യത ഇപ്പോൾ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുണ്ടെങ്കിലും മറ്റ് മുൻകരുതലുകൾ, അതായത് രാവിലെ 11 മണി തൊട്ട് 2 മണി വരെ ഈ ഒരു നേരിട്ടുള്ള വെയിൽ ഏൽക്കാതിരിക്കാനും കൃത്യമായുള്ള വെള്ളം കുടിക്കാനും നിർജ്ജലീകരണം ഒഴിവാക്കാനുള്ള നിർദ്ദേശങ്ങൾ ഇപ്പോഴും തുടരുന്നുണ്ട്. എന്ത് തന്നെയായാലും ചൂടിനൊരു ശമനം ചില പ്രദേശങ്ങളുണ്ടെങ്കിൽ പോലും മൊത്തത്തിൽ സംസ്ഥാനത്തിൽ ഒരു ചിത്രം എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വേനൽ ചൂട് കഠിനമായി തന്നെ തുടരാനാണ് സാധ്യത. രഞ്ജിത്ത്, തീർച്ചയായും ചൂട് അതിശക്തമായി തുടരും. പ്രത്യേകിച്ച് പാലക്കാട്, കൊല്ലം പോലെയുള്ള ജില്ലകളിലൊക്കെ അതിശക്തമായ ഉഷ്ണതരംഗം ആഞ്ഞടിക്കുന്നു. പുനലൂരിൽ നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്താണ്, ആളുകൾക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത വിധമുള്ള അതികഠിനമായ ചൂടുണ്ട്. ഇതൊക്കെ അതിജീവിച്ച് വേണം ഇനി സംസ്ഥാനം മുന്നോട്ട് നീങ്ങാൻ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.